ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിന് ഒഴിച്ചു കൂട്ടാൻ ഉണക്ക ചെമ്മീൻ കൊണ്ടൊരു സ്വാദുള്ള കറിയാണ്. പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന കറി. അധികം എണ്ണയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ എന്നാൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ഉള്ള ഒരു കറി. ഇത് തയ്യാറാക്കാനായി ഒരു പിടി ഉണക്കച്ചെമ്മീൻ തലയും വാലും കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ബൗളിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇതുപോലെ ഒരു 2 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഈ ഉണക്കച്ചെമ്മീനിൽ നല്ലപോലെ പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും. അത് കളയാൻ ഇതുപോലെ കഴുകിയെടുത്താൽ മതി. ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് വെള്ളത്തിൽ മുക്കി നല്ലപോലെ കഴുകിയെടുത്താൽ പെട്ടെന്ന് ചെമ്മീൻ വൃത്തിയായി കിട്ടും. ഇത് ചെമ്മീനിലുള്ള അഴുക്കാണ് ഈ വെള്ളത്തിൽ കാണുന്നത്. ഇത് മറിച്ച് ഇനി ഇത് 2-3 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുത്താൽ ചെമ്മീൻ നല്ല വൃത്തിയായി കിട്ടും. ഇതാ കണ്ടില്ലേ, വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെമ്മീൻ കഴുകിയെടുക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം തക്കാളി വേണ്ട. 2 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും 2 പച്ചമുളകും. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പിരിയൻമുളക് പൊടിയും. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമുക്ക് എത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് 2 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയൻമുളക് പൊടിയും 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കണം. ഇതുപോലെ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും. അതിന് ശേഷം ഇതിൽ വെള്ളമൊഴിച്ച് അരച്ചെടുത്താൽ പെട്ടെന്ന് തേങ്ങ അരഞ്ഞ് കിട്ടും. നല്ല നൈസായിട്ട് അരഞ്ഞ് കിട്ടും. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി വെന്തോ നോക്കാം. ചെമ്മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ഒഴിക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്ത് നല്ലപോലെ പിഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഒരുപോലെ പുളി ആവശ്യമുണ്ടാവില്ല. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചെമ്മീന് ചെറിയ മധുരമുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ പുളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പുളി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് എത്ര വെള്ളം വേണമെന്നുള്ളതിനനുസരിച്ച് വെള്ളം ചേർത്ത് കറി പാകത്തിനാക്കിയെടുക്കാം. ഇതിൽ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തള വരുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കറി വാങ്ങി വെക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി 5-6 ചെറിയ ഉള്ളി ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും മൂപ്പിച്ച് ഇതിലേക്ക് 2 നുള്ള് പിരിയൻമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറി നല്ല സ്വാദും നല്ല മണവും ഉണ്ടാവും. നമ്മുടെ എളുപ്പത്തിലുള്ള ഉണക്കച്ചെമ്മീൻ കറി ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ റെഡിയായി. നല്ല സ്വാദാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.